6 വർഷമായി കേരള സോഫ്റ്റ്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ. മികവിൻ്റെ പട്ടികയിൽ ഇനിയുമുണ്ട് ഏറെ എഴുതി ചേർക്കാൻ അജ്മലിന്. പക്ഷേ മികവിനിപ്പോൾ വലിയ വിലയൊന്നുമില്ല. കാനഡയിൽ നടക്കുന്ന ലോക സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലുണ്ടെങ്കിലും പോകാൻ പണമില്ല. ആദ്യമായാണ് ഇന്ത്യൻ പുരുഷ ടീം ലോകകപ്പ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്നതെന്നറിയുമ്പോൾ മനസ്സിലാക്കാം അജ്മലിൻ്റെ നേട്ടത്തിൻ്റെ വലിപ്പം. ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടും പൈസൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാത്തത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടമായി തന്നെ മാറും. ആരെങ്കിലും സഹായിച്ചാൽ തന്നെ എനിക്കിത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മാസം 3-ന് ആന്ധ്രയിലെ അനന്ത്പൂരിൽ അവസാനവട്ട ക്യാമ്പ് ആരംഭിക്കും. അവിടെ 2 ലക്ഷം രൂപ അടയ്ക്കണം. ഇല്ലെങ്കിൽ റിസർവ് താരങ്ങളിൽ ഒരാൾ അജ്മലിന് പകരക്കാരനാകും. കേരളത്തിലെ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ ദരിദ്രരാണ്. സ്പോർട്സ് കൗൺസിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പൊന്നുമില്ല. ജൂലൈ 7 മുതൽ 14 വരെ കാനഡയിലെ യൂക്കോൺ വൈറ്റ് ഹോഴ്സിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന അവസരം. പക്ഷേ സുമനസ്സുകളോ സർക്കാരോ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ തകരുന്നത് ഒരു കായിക പ്രതിഭയുടെ വലിയൊരു സ്വപ്നമാകും. അജ്മൽ നാളെ പരിശീലന ക്യാമ്പിലേക്ക് വണ്ടി കയറും, വലിയ പ്രതീക്ഷയോടെ. പ്രജോഷ് കുമാറിനൊപ്പം എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.